മാത്രല്ല ഇവിടെ മറ്റൊരു സത്യം കൂടി വ്യക്തമാകുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം, അത് സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണെന്നതിന്റെ തെളിവ് കൂടിയാണത്. എല്ലാവരും ഐക്യപ്പെടണമെന്ന് പറയുമ്പോൾ, എല്ലാവർക്കും ഐക്യപ്പെടണമെന്ന ആഗ്രഹമുണ്ടാകുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സത്യത്തിന്റെ പാതയിലാണ് എന്നതിന്റെ തെളിവ് കൂടിയാണത്. കാരണം ഇതേ വ്യക്തി തന്നെ, ഹുസൈൻ മടവൂര് തന്നെ 5 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എന്തായിരുന്നു ആ പ്രസ്താവന? 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ ആദർശ വ്യതിയാനം ആരോപിച്ച് സംഘടന പിളർത്താൻ ശ്രമിച്ച വ്യക്തികൾ ഏറ്റവും ഗുരുതരമായ ആദർശ പ്രശ്നത്തിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ സന്ധിയില്ലാ സമരം നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ജിന്നുസേവ, പിശാചു പൂജ, മാരണം, മന്ത്രവാദം, കൂടോത്രം തുടങ്ങിയവ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുത്ത AP വിഭാഗം മുജാഹിദ് സംഘടനയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ ഇപ്പോൾ പുറത്താക്കപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തി സംഘടന പിളർത്താൻ കൂട്ടുനിന്ന മറുപക്ഷത്തെ നേതാക്കൾ മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തതെന്ന് നിഷ്പക്ഷമതികൾ മനസ്സിലാക്കണമെന്നും മടവൂർ പറഞ്ഞു. ഈ 5 മാസത്തിന് മുമ്പ് ഈ പ്രസ്താവന നടത്തിയ ഒരാൾക്ക് 5 മാസത്തിന് ശേഷം കുറ്റബോധമുണ്ടായെങ്കിൽ അത് നല്ല ലക്ഷണം തന്നെയാണ്. മാത്രമല്ല, വീണ്ടും അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന കേരളത്തിൽ വായിച്ചു. എന്ത്? കേരള മുസ്ലിങ്ങളെ അന്ധവിശ്വാസ അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സംഘടന ജിന്നുബാധയുടെയും പിശാചി ചികിത്സയുടെയും പേരിൽ പിളരേണ്ടി വന്നത് ലജ്ജാകരമാണ്. ജിന്നുബാധയുടെ പേരിൽ ഒരു വിഭാഗത്തെ പുറത്താക്കി എന്ന് പറയുന്നവർ തന്നെ മാരണമെന്ന അന്ധവിശ്വാസം ഇപ്പോഴും പേര് നടക്കുന്നുണ്ടെന്നിരിക്കെ AP വിഭാഗം KNM-ൽ ഇപ്പോഴുണ്ടായ പിളർപ്പ് അന്ധവിശ്വാസത്തോടുള്ള എതിർപ്പിന്റെ പേരിലല്ലെന്നു വ്യക്തമാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഇസ്ലാമിക് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അന്ധവിശ്വാസത്തിലാണെന്ന് 5 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രസ്താവന ഇറക്കിയ ആൾ, അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകുന്നു, ഐക്യപ്പെടണമെന്ന ബോധമുണ്ടാകുന്നു. എങ്കിൽ ആ ഐക്യമുണ്ടാകേണ്ടത് സ്വഹീഹായ ഹദീസുകളെ നിഷേധിച്ചുകൊണ്ടല്ല. ആ ഐക്യമുണ്ടാകേണ്ടത് ആദർശം മാറ്റിവെച്ചുകൊണ്ടല്ല. നേരെ മറിച്ച് ആ ഐക്യം ആദർശപരമായി സാധ്യമാകുന്നിടത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മനസ്സും അവരുടെ ശരീരവും അവരുടെ വിയർപ്പും സമർപ്പിക്കാൻ മുജാഹിദുകൾ തയ്യാർ തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അതിന് തയ്യാർ തന്നെയാണ്. ആദർശപരമായ, വിശ്വാസപരമായ, ആചാരപരമായ കാര്യങ്ങളിൽ പ്രമാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം. ആ തീരുമാനം സാധ്യമാകുന്നിടത്ത് ഐക്യമുണ്ടായി. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ മാന്യ സഹോദരങ്ങളെ വാശി വേണമെന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിന് ഈ വിഷയത്തിൽ അങ്ങേറ്റത്തെ താല്പര്യം വേണമെന്ന് പറയുന്നത്? നമ്മൾ സ്വീകരിച്ച വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ വഴി പറഞ്ഞു തരാൻ അള്ളാഹുവിനല്ലാതെ, അള്ളാഹുവിന്റെ റസൂലിനല്ലാതെ സാധ്യമല്ല. പ്രമാണത്തെ മാറ്റി നിർത്തിയവർ, പ്രമാണത്തെ വലിച്ചെറിഞ്ഞവർ, അതിന് ആഹ്വാനം ചെയ്തവർ, പ്രമാണത്തെ തള്ളിക്കളഞ്ഞവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് തങ്ങളുടെ മതത്തെ തിരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ആ പ്രമാണങ്ങളെ പിച്ചു ചീന്തിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്പറഞ്ഞ വിഭാഗമായിരുന്നാലും അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികമുണ്ട് എന്ന് വാദിക്കുന്ന സമസ്തക്കാരാണെങ്കിലും